ഫീൽഡ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഒരു ആക്സിഡന്റ് ആകാൻ പോകുന്നുണ്ടെങ്കിലും ഒരുവിധം ചാൻ രക്ഷപ്പെടും. അന്നേരം അവന് ബെന്നിന്റെ കോളാണ് വരുന്നത്. എത്രയും പെട്ടെന്ന് എയർപോർട്ടിലേക്ക് വരണം എന്നാണ് ചാന്റെ അടുത്ത് ബെൻ പറയുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴും ഫ്ലൈറ്റിൽ കയറിയിട്ടും എല്ലാം ചാൻ ഹാരനെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ മിസ്കി മീറ്റിംഗിന് വിളിച്ചതുകൊണ്ട് അവൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്നിട്ടാണ് അവള് പാർക്കിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. US ഹെഡ്ക്വാർട്ടേഴ്സിലെ മാനേജ്മെന്റ് മാറി, അതുകൊണ്ട് ഓൺഗോയിങ് പ്രോജക്ട്സ് എല്ലാം ഹോൾഡ് ചെയ്യാനായിട്ട് അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബെന്നും ചാനും എല്ലാം തിരിച്ചു പോകുന്നത്. എന്നാലും നമ്മൾ നല്ല ക്ലോസ് ആയിരുന്നല്ലോ, ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല. നമ്മളടുത്ത് പറയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു വരുമായിരിക്കും എന്നൊക്കെ റെമിയും ബാക്കി ടീം മെമ്പേഴ്സും സംസാരിക്കുന്നത് കേട്ടോടാണ് ഹാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ സങ്കടപ്പെട്ട് നിൽക്കുന്നത് ടേസൂക്ക് ശ്രദ്ധിക്കും. പുതിയ സീസണിലെ ഡ്രസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഹാരൻ റെമിയെ വിളിക്കും. ഡിസ്കഷൻ കഴിയുമ്പോൾ ചാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇയാൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതിന് കാരണം ചാനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെക്കാട്ടിലും മുൻപേ ചാൻ വിളിക്കുവാണെങ്കിലും ഇയാളെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. പുതിയ സീസണിലെ പുതിയ മെറ്റീരിയൽസ് ട്രൈ ചെയ്താൽ നന്നായിരിക്കും എന്ന് ഹായും പറയുമ്പോൾ ടീമിലെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ആ ഐഡിയ കിമ്മിനും ഇഷ്ടപ്പെടും. പക്ഷെ നമ്മൾ ആദ്യം മുതൽ ഒരേ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചുകൊണ്ട് വന്നേക്കുന്നത്. നമ്മളുടെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അത് പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് ടേസൂക്ക് പറയും. അവര് തമ്മിൽ തർക്കമാവും. ഇപ്പോഴത്തെ ജനറേഷന്റെ കൂടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നൊക്കെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് ഹായും ചോദിക്കും. അത് കേട്ടോണ്ടാണ് ടേസൂക്ക് വരുന്നത്. മെസ്സേജിന് റിപ്ലൈ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഹാരൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. രണ്ട് സ്ഥലത്തെയും ടൈം ഡിഫറൻസ് ഒക്കെ അവൾ നോക്കി വെക്കും. അന്ന് കഫേയിലേക്ക് വരുമ്പോൾ അവൾ സീറ്റ് മാറിയാണ് ഇരിക്കുന്നത്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇന്നിവിടെ ഇരിക്കണം എന്ന് തോന്നിയെന്നാണ് അവൾ മറുപടി പറയുന്നത്. 7 വർഷം അവൾ സീറ്റ് മാറി ഇരുന്നിട്ടില്ല. അത് കാണുമ്പോൾ പാർക്കിന് സന്തോഷം തോന്നും. ചാനെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പാർക്ക് പറയുന്നുണ്ട്. ചാനെ അന്വേഷിച്ച നെയ്ബർഹുഡിലെ കുട്ടിയും അവിടേക്ക് വരും. അവർ പറയുന്നുണ്ടെയാണ് അവൻ US തിരിച്ചു പോയി എന്ന് കുട്ടി അറിയുന്നത്. അവനും സങ്കടവും. ജീനിയസും ഫുഡൊന്നും കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. എല്ലാവർക്കും ചാനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഹാദം UM കാണാൻ വരും. അവന്റെ ടംബ്ലർ ഗ്രാൻഡ് മദറിന്റെ സ്റ്റഡി റൂമിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഗ്രാൻഡ് മദറിന്റെ കയ്യിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാർക്കിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് മറന്നുപോയി, ചിലപ്പോൾ മിസ്കിം അത് വീട്ടിലേക്ക് കൊണ്ടുപോയതായിരിക്കും എന്ന് അവൻ പറയും. പക്ഷെ ഞാൻ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത് ഗ്രാൻഡ് മദറിന്റെ ആണെന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും രഹസ്യമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചു വെച്ചു. രണ്ടുപേരും എന്നോട് അത് പറഞ്ഞില്ല. നീ എന്നോട് കള്ളം പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഗ്രാൻഡ് മദർ നിന്നെ ഭീഷണിപ്പെടുത്തിയോ? നമ്മള് തീരെ ചെറുപ്പമാണ്, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല, എക്സാം തീരുന്നത് വരെ എന്നെ ശല്യപ്പെടുത്തരുത്, അങ്ങനെയൊക്കെ ഗ്രാൻഡ് മദർ പറഞ്ഞതുകൊണ്ടാണോ നീ സോറയെ മീറ്റ് ചെയ്തതെന്ന് അവള് UMന്റെ അടുത്ത് ചോദിക്കും. അന്ന് ആ ഗ്രൗണ്ടിൽ വന്നപ്പോൾ അവന് സോറയുടെ കോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവള് ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന കോൾ വരുന്നത് കാണും, അത് അറ്റൻഡ് ചെയ്യും. അത് സോറയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചോദിക്കുന്നത്. സ്വന്തം ഗ്രാൻഡ് മദറിനെ പറ്റി നിനക്ക് ഇങ്ങനെ പറയാനായിട്ട് എങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് UM പൊട്ടിത്തെറിക്കും. അവൻ അത്രയും ദേഷ്യപ്പെട്ട് ആദ്യമായിട്ടാണ് ഹാദം കാണുന്നത്. സോറ സ്വന്തമായിട്ടാണ് അവളുടെ പേര് എൻ്റെ മൊബൈലിൽ സേവ് ചെയ്തത്. ഞാനത് അറിഞ്ഞതുപോലുമില്ല. അന്നാണ് ഞാനത് കാണുന്നത്. അവളെ പോയി ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഒരു കാരണവശാലും ഇനി എൻ്റെ പുറകെ നടക്കരുത്. ഇനി ഇങ്ങനെ നടക്കുവാണെങ്കിൽ ഞാൻ ഇയാളെ സ്റ്റോക്കറായിട്ട് റിപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മീറ്റ് ചെയ്തത്. ആകെ 1 മിനിറ്റ് മാത്രമേ ഞാൻ അവളോട് സംസാരിച്ചുള്ളൂ. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേന്ന് അവൻ ചോദിക്കും. ഇല്ലാന്ന് അവൾ മറുപടി പറയുമ്പോൾ അവന് നന്നായിട്ടത് ഫീൽ ചെയ്യും. അവന് കരച്ചിൽ വരും. നീ എന്തിനാണ് കരയുന്നത്? ഞാനല്ലേ കരയേണ്ടത്. ഇപ്പൊ എന്നെ പറ്റി ആരെങ്കിലും ഇതുപോലെ പറയുവാണെങ്കിൽ നീ ഇത് വിശ്വസിക്കത്തില്ലേ എന്ന് ഹാദം ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല. ഞാൻ നിനക്ക് ശരിക്കും ആരായിരുന്നു? നിന്നെപ്പറ്റി ആരെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങളും എനിക്കറിയാവുന്ന ഹാദമിനെ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. മറ്റൊരാൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാനിത് നിന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചത് നിനക്ക് അത് ഫീൽ ചെയ്യും, നീ ഹേർട്ട് ആവുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എന്നെല്ലാം UM പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു ഗിൽറ്റി ഫീലിംഗ് തോന്നും. ഇന്നിനിയും നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് UM അവിടുന്ന് പോകുന്നത്. ബെൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കൊളാബറേഷൻ പ്രോജക്റ്റ് നടക്കുമെന്ന് അറിയത്തില്ല എന്ന് ടേസൂക്ക് ഹാൻ്റെ അടുത്ത് പറയും. ആ വിഷമത്തിലാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. ടേസൂക്ക് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഹായ്. അവള് സ്നാക്സ് കഴിച്ചിട്ട് അവിടെ മുഴുവൻ കവറെല്ലാം ഇട്ടേക്കുവാണ്. ഹാരൻ വീട്ടിലേക്ക് വരുമ്പോൾ അത് കണ്ടിട്ട് ദേഷ്യം വരും. നീ ഇവിടെ എല്ലാം വൃത്തികേടായിട്ട് ഇടുന്നത് എന്തിനാണ്? ഇതെല്ലാം ക്ലീൻ ആക്കാനായിട്ട് പറയും. കുറച്ച് കഴിഞ്ഞ് ഞാൻ ക്ലീൻ ആക്കിക്കോളാം എന്ന് അവള് പറയും. കുറച്ച് കഴിയുമ്പോൾ എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് ഇവരൊന്നും രണ്ടും പറഞ്ഞ് ബഹളമാവും. അന്നേരമാണ് ഹാദം UMന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ കിടക്കാൻ പോവാണ്, നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവള് റൂമിലേക്ക് പോകുമ്പോൾ പുറത്ത് ബഹളം കൂടുകയാണ് ചെയ്യുന്നത്. അവളുടെ ദേഷ്യം അവിടെ തിരിച്ചു വന്നിട്ട് ഇവരുടെ അടുത്തും രണ്ടുപേരടുത്തുമായിട്ട് പറഞ്ഞു തീർക്കും. നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഇമ്മച്ചുവറാണ്, ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ചെയ്തു തന്നെ തീരത്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും.
ക്ലീൻ ആക്കാനായിട്ട് വീണ്ടും ഹാരൻ ഹായങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവള് സ്നാക്സ് എടുത്ത് ഹാരന്റെ നേർക്കെറിയും. ഹാരൻ അത് തിരിച്ചറിയും. അവിടെ ആകെ ബഹളമാവും. കുറച്ച് കഴിഞ്ഞ് ഹാരൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ എല്ലാം റെഡിയാക്കി ഇട്ടേക്കാണ്. ഹായങ്ങും എങ്ങോട്ടേക്കോ പോകാനായിട്ട് ഇറങ്ങി വരുന്നതുമാണ്. എവിടെ പോവാണെന്ന് ഹാരൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ആ സ്ഥലത്തേക്ക് പോവാണെന്നാണ് പറയുന്നത്. ഞാനും അങ്ങോട്ടേക്കാണ്, നമുക്ക് ഒന്നിച്ച് പോയാലോ എന്ന് ചോദിക്കും. ഇവർ രണ്ടും കൂടി ഹാദമിന്റെ സ്കൂളിൽ ചെന്നിട്ട് ഞങ്ങൾ അവിടേക്ക് പോവാണ്, വരുന്നുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കും. അവള് നോക്കുമ്പോൾ രണ്ടുപേരും വന്ന് നിൽപ്പുണ്ട്. 3 പേരും കൂടി റിവർ സൈഡിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും വിഷമം വരുമ്പോഴൊക്കെ അവരൊന്നിച്ച് ഇവിടേക്ക് വരാറുണ്ട്. ആദ്യമായിട്ട് ഞാനും യുഎയും തമ്മിൽ വഴക്കുണ്ടായി. ഇതുവരെ ഞങ്ങളെ പരസ്പരം വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇന്ന് പരസ്പരം ഷൗട്ട് ചെയ്യുകയും കരയുകയൊക്കെ ചെയ്തു. എനിക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഹാദം പറയുമ്പോൾ ഞങ്ങൾ വന്ന് സംസാരിക്കണമെന്നാണ് ഹാരൻ ആദ്യം ചോദിക്കുന്നത്. അതിൻ്റെ ഒന്നും കാര്യമില്ല, എല്ലാം തീർന്നതാ തോന്നുന്നതെന്ന് അവൾ പറയുന്ന കേൾക്കുമ്പോൾ രണ്ടുപേർക്കും ചിരി വരും. എന്നെ നിങ്ങൾ കളിയാക്കുവാണോ എന്ന് ഹാദം ചോദിക്കും. നിനക്ക് എന്തായിരുന്നു പ്രശ്നം എന്ന് ഹായങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, പക്ഷെ എനിക്ക് എന്തോ അന്നേരം അങ്ങനെ ദേഷ്യം വന്നു, അത് വിയേർഡായിട്ട് എനിക്കും തോന്നിയെന്ന് അവൾ പറയും. ഇയാൾക്ക് എന്തായിരുന്നു പ്രശ്നം എന്ന് ഹാരന്റെ അടുത്ത് ഹായൻ ചോദിക്കുമ്പോൾ എന്റെ സ്പ്രിംഗ് പിക്നിക്ക് പെട്ടെന്ന് തീർന്നതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയും. ഇങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞുകൂടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കാനായിട്ട് ഹാദം അവളെ കണ്ണ് കാണിക്കും. 3 പേരും കുറെ നേരം അവിടെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യും. നമ്മൾ ഇന്ന് വഴക്കുണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ നമ്മളുടെ ലൈഫ് എനിക്ക് ഓർമ്മ വന്നു എന്ന് ഹായൻ ഹാരന്റെ അടുത്ത് പറയുന്നുണ്ട്. അന്ന് ഫീൽഡ് ട്രിപ്പിന് പോയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഞാൻ റമിയെ വിളിച്ച് ചോദിച്ചായിരുന്നു. നിനക്ക് ചാനെ പരിചയപ്പെട്ടതിന് ശേഷം നല്ലതുപോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ചാൻ നല്ലൊരാളാണ്. എന്തായാലും നിന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് തിരിച്ചു വരുന്ന വഴി ഹായൻ ഹാരന്റെ അടുത്ത് പറയും. മിസ് കിം ചോദിച്ച റിപ്പോർട്ട് പറഞ്ഞ ദിവസത്തിന് മുൻപേ തന്നെ ഹാരൻ കൊണ്ടുവന്ന് കൊടുക്കും. കൊളാബറേഷൻ പ്രോജക്റ്റിന്റെ കാര്യം പറയുന്നുണ്ടെ അത് നന്നായി, അടുത്ത സീസണിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാലോ എന്നാണ് ഹാരൻ അവരോട് പറയുന്നത്. അവള് സന്തോഷം അഭിനയിക്കുകയാണെന്ന് മിസ് കിമ്മിന് മനസ്സിലാവും. ഹാരൻ ഓക്കെ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യുകയാണെന്ന് ഓഫീസിൽ എല്ലാവർക്കും പാർക്കിനും മനസ്സിലാവും. യുഎം കണ്ണാടി വെച്ച കാര്യം ക്ലാസ്മേറ്റ്സും സംസാരിക്കുന്ന കേൾക്കുമ്പോഴാണ് ഹാദം അറിയുന്നത്. എന്തിനായിരിക്കും കണ്ണാടി വെച്ചത്, അത് വെച്ച് കളിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇവളിങ്ങനെ നോക്കുമ്പോൾ യുഎം തിരിഞ്ഞു നോക്കും. ഹാദം പെട്ടെന്ന് ഒളിച്ചു കളയും. ഞാൻ ഒളിച്ചിരിക്കേണ്ട ആവശ്യം എന്താണ്, ഞങ്ങൾ ബ്രേക്കപ്പ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹാദം അവനെ ശ്രദ്ധിക്കാതെ നടന്നു പോകും. യുഎം ഇത് കാണും. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹാരൻ ലീവ് എടുക്കും. ഇതുവരെ അവള് ലേറ്റ് ആയിട്ട് വരുവോ ലീവ് എടുക്കുകയോ ചെയ്തിട്ടില്ല. തലേദിവസം ഹാദമിന്റെ കൂടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഹാരനും കൂടെ വന്ന് വീഡിയോ കൊണ്ട് ചിരിച്ചതൊക്കെ ഓർത്തിട്ട് ഹായൻ അന്നേരം തന്നെ മിസ് കിമ്മിനെ കാണാനായിട്ട് ചെല്ലും. എന്തിനാണ് ഹാരൻ ലീവ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒരു ദിവസം ലീവ് എടുത്തൂടെ എന്ന് മിസ് കിം തിരിച്ചു ചോദിക്കും. എന്തോ പ്രശ്നമുണ്ട്, എന്തോ പിക്നിക് എൻഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞത് കേട്ടു. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ സ്നാക്സ് ഒക്കെ എറിഞ്ഞ് വഴക്കുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കുന്നതല്ല. എനിക്ക് അന്നേരം തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾ പറയും. ഒരു കുഴപ്പമില്ല, നീ പൊക്കോളൂ എന്ന് മിസ് കിം പറയും. മിസ് കിം ഹോസ്പിറ്റലിലെ ഡിമെൻഷ്യ കെയർ സെന്ററിലേക്ക് ചെല്ലും. അവിടെ ചെക്കപ്പിന് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ടേസുക്കിന്റെ കോള് വരും. അവർക്ക് പാരീസിലേക്ക് ഷിപ്മെന്റ് ചെയ്യാനുള്ള കോട്ടിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. QC ചെക്കൊക്കെ പാസ്സായി, പക്ഷെ പറഞ്ഞ കൂട്ടല്ല ഡിസൈനിൽ വന്നേക്കുന്നത് ബട്ടൺ വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഓടി പുറത്തേക്ക് പോകും. അന്നേരം ഹാറ്റ് ഒക്കെ താഴെ വീഴുന്നുണ്ട്. അതേ സമയത്താണ് നേഴ്സ് വന്ന് വിളിക്കുന്നത്. പാർക്ക് ചെക്കപ്പിന് വന്നതും അതേ ഹോസ്പിറ്റലിലാണ്. കിം ആണെന്ന് സംശയിച്ച് നിൽക്കുമ്പോൾ പേര് വിളിക്കുന്നത് കേൾക്കും. ഹാറ്റും എടുത്ത് അവരുടെ പുറകെ ഓടുമ്പോഴത്തേക്കിനും കിം ടാക്സിയിൽ കയറി പോയിട്ടുണ്ടാവും. എന്തിനായിരിക്കും ഞാൻ ഇവിടെ വന്നതെന്ന് അയാൾ സംശയിക്കും. മിസ് കിം നേരിട്ട് ഫാക്ടറിയിലേക്ക് ചെന്ന് ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് അവിടുത്തെ ജോലിക്കാരുടെ അടുത്ത് പറയും. കൃത്യസമയത്ത് തന്നെ അതെല്ലാം റെഡിയാക്കി അവർക്ക് പാരീസിലേക്ക് കയറ്റി അയക്കാനായിട്ട് പറ്റും. മിസ് കിം എല്ലാവരുടെ അടുത്തുമായിട്ട് അപ്പോളജൈസ് ചെയ്യുകയും അവർക്ക് താങ്ക്സ് പറയുകയും ചെയ്യും. ഇത് എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് ടേസുക്ക് പറയുമ്പോൾ അല്ല, ഇത് എന്റെ തന്നെ മിസ്റ്റേക്ക് ആയിരുന്നു, അത് വെറുതെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ജോലിക്കാരെ എല്ലാം കൂട്ടി നല്ലൊരു റെസ്റ്റോറന്റിൽ പോയി അവർക്ക് ട്രീറ്റ് കൊടുക്കണമെന്ന് മിസ് കിം പറയും. ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് ടേസുക്ക് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഇന്നൊന്നും നടക്കാനാണ് തോന്നുന്നത്, നീ വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് മിസ് കിം ടേസുക്കിന്റെ അടുത്ത് പറയും. ടേസുക്കിന് നന്നായിട്ട് സങ്കടം വരുന്നുണ്ട്. എന്ത് വിഷമം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം, എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പറയാം, എല്ലാ വിഷമങ്ങളും സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഉള്ളിൽ ഒതുക്കി നടക്കരുതെന്ന് ടേസുക്ക മിസ് കിമ്മിന് മെസ്സേജ് അയക്കും. അത് വായിച്ചിട്ട് സങ്കടം അടക്കി നടക്കുകയായിരുന്ന മിസ് കിം കരയും. ആ സമയത്താണ് ഹായും അതുവഴി കാറിൽ വരുന്നത്. ഗ്രാൻഡ് മദറിനെ അവിടെ കണ്ടതുപോലെ അവൾക്ക് തോന്നും. അവള് ഇറങ്ങി നോക്കും, പക്ഷെ അന്നേരം മിസ് കിമ്മിനെ എവിടെയെങ്കിലും കാണാനില്ല. ഹാരൻ എവിടേക്കാണ് പോയതെന്ന് അറിയാത്തതുകൊണ്ട് അവളെ വെയിറ്റ് ചെയ്ത് ഹാദമും ഹായങ്ങും ലിവിംഗ് റൂമിൽ കിടന്നുറങ്ങിപ്പോകും. ഹാരൻ രാത്രി വൈകിയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവരെ ഉണർത്തണ്ടെന്ന് പറഞ്ഞിട്ട് കിം അവളെ റൂമിലേക്ക് വിളിപ്പിക്കും. നിനക്ക് നല്ല ക്ഷീണം കാണുമല്ലോ, പോയി കിടന്നുറങ്ങിക്കോളൂ എന്ന് മാത്രമാണ് പറയുന്നത്. അവൾ അന്നത്തെ ദിവസം എവിടെ പോയെന്നോ എന്ത് ചെയ്തെന്നോ അവരന്വേഷിക്കുന്നില്ല. അതെന്താണെന്ന് അവൾ ചോദിക്കും. നിന്റെ ലീവ് ലെറ്ററിൽ ഒരു ബട്ടർഫ്ലൈ നോട്ട് വരച്ചേക്കുന്നത് ഞാൻ കണ്ടു, അടുത്ത പ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്യരുത്,
പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോം വേണം എനിക്ക് എഴുതി തരാൻ. ആ ബട്ടർഫ്ലൈ നോട്ട് കണ്ടപ്പോൾ നിനക്ക് സോനുവിച്ചാന്റെ കാര്യത്തിൽ ഒരു ക്ലോഷർ വേണം, അതിന് സമയം വേണമെന്ന് എനിക്ക് മനസ്സിലായിന്ന് മിസ് കിം അവളോട് പറയും. എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ട്രാപ്ഡ് ആയതുപോലെ തോന്നുന്നു എന്നാണ് ചാൻ എന്നോട് പറഞ്ഞത്. എനിക്ക് കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് സ്വയം വിശ്വസിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ എവിടെ നോക്കിയാലും ചാനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കണമായിരുന്നു. പക്ഷെ എങ്ങനെയാണെന്നോ എന്ത് ചെയ്യണമെന്നോ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് അവള് പറയും. അവളുടെ കയ്യില് ചാന്റെ ആ ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കൈ കിട്ടുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാനായിട്ട് അവൾ തീരുമാനിക്കും. അങ്ങനെ അവൻ അതിൽ പറഞ്ഞിരുന്ന സ്ഥലങ്ങളിലൊക്കെ അവള് അന്നത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തപ്പോൾ നല്ല ഫണ്ണായിരുന്നു, എക്സൈറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് അതിലെ പല കാര്യങ്ങളും ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ബോറടിച്ചു. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഹാരൻ അമ്മമ്മ അടുത്ത് പറയും. ആളുകളായാലും റിലേഷൻ ആയാലും ഓർമ്മകളായാലും കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ സോനു ചാനുമായിട്ട് വിചാരിച്ചതിലും കൂടുതൽ അടുത്തു എന്ന് എനിക്കറിയാം. നിനക്ക് ഓക്കെ ആവണം എന്നുണ്ടെങ്കിൽ അവനെ നേരിട്ട് പോയി മീറ്റ് ചെയ്യാം. യുഎസിലേക്ക് പോകുക എന്നുള്ളത് നിനക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അത് ചെയ്യാമെന്ന് മിസ് കിം പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ഒരിക്കലും അത്രയും ക്ലോസ് അല്ലായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ ചില കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. നമ്മുടെ ലൈഫ് ഷോർട്ടാണ്, അങ്ങനെ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വേണ്ടത് എന്താണെന്ന് ആലോചിച്ച് നിനക്ക് തീരുമാനിക്കാം. സോനു ചാനെ മീറ്റ് ചെയ്തത് നീ എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അമ്മൂമ്മ ചോദിക്കുന്നുണ്ടേ. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് പിരിയേണ്ടി വരും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനോട് കുറച്ചും കൂടി നന്നായിട്ട് പെരുമാറിയേനെ. ആദ്യം ഞാൻ നല്ല മീനായിരുന്നു, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ട്രാപ്ഡ് ആണെന്ന് തോന്നുന്നു എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് സംഭവിച്ചതെല്ലാം അവള് പറയും. സ്വന്തമായിട്ട് എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചാനാണ് എന്നോട് പറഞ്ഞത്. അത് എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അത്രയും നല്ല ഒരാളെയാണ് ഞാൻ മീറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവനെ മീറ്റ് ചെയ്തതിലും പരിചയപ്പെട്ടതിലും എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മിസ് കിമ്മിന് സന്തോഷം തോന്നും. മിസ് കിം കഫേയിലേക്ക് വരും. പാർക്ക് പറഞ്ഞതനുസരിച്ച് അയാൾ ഹാറ്റ് തിരിച്ചു കൊടുക്കും. എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ് ധൃതിയിൽ അവിടുന്ന് പോയതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വന്നതാണ്, പെട്ടെന്ന് തന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് തിരിച്ച് കമ്പനിയിലേക്ക് വരേണ്ടി വന്നു, അതുകൊണ്ട് പോയതാണെന്ന് പറയും. അയാൾ മുഴുവനായിട്ട് വിശ്വസിച്ചിട്ടില്ല. ചാൻ പാർക്കിനെയും കോണ്ടാക്ട് ചെയ്തില്ലല്ലോ എന്ന് കിം ചോദിച്ച് ഉറപ്പിക്കുന്നുണ്ട്. എനിക്ക് ഹാരനെ കുറിച്ച് ആലോചിച്ച് കൺസേൺ ഉണ്ട്, പണ്ടത്തെ പോലെ ആവുമെന്ന് പേടിയുണ്ടെന്ന് പാർക്ക് പറയുമ്പോൾ ഇല്ല, ചാനിനെ മീറ്റ് ചെയ്തതിന് ശേഷം അവള് കൂടുതൽ സ്ട്രോങ് ആയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് കിം അയാളോട് പറയും. മിസ് കിമ്മിന് ഒരു എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ബിസി ആയതിനാൽ പോകാനായിട്ട് പറ്റത്തില്ല. ആർക്കെങ്കിലും പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഹാരൻ സമ്മതിക്കും. അവളുടെ പഴയ രീതികളിലേക്ക് തിരിച്ചു പോകാത്തത് കൊണ്ട് കൂടിനെയല്ല അന്ന് റെമീൻ സമ്മതിക്കും. എക്സിബിഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതന്നെയാണ് ചാൻ ബുക്ക് ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഹാരന് മെസ്സേജ് വരുന്നത്. അവളിത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി റെമി നോക്കും. ഇത് ഒരുപാട് മാസങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ ഈ റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് ചെല്ലുവാണെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനും കൂടി വരാം, ഇവിടെ അടുത്താണെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകും. അവിടെ ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ ഒരു കോള് വരും. എൻ്റെ പാർട്ട്ണർ സോൾജർ ആണ്, ലീവ് കിട്ടി, അതുകൊണ്ട് എനിക്ക് ഉടനെ പോയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോളജൈസ് ചെയ്തിട്ട് റെമി അവിടുന്ന് പോകും. റെമി സ്കാർഫ് എടുക്കാൻ മറന്നു പോയതുകൊണ്ട് ഇവൾ അതുകൊണ്ട് പുറകെ ചെല്ലുന്നുണ്ട്. അന്നേരത്തേക്ക് ആള് പോയിട്ടുണ്ടാവും. അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ സ്നോ വീഴാനായിട്ട് തുടങ്ങും. ചാൻ അവളുടെ പേര് വിളിക്കുന്നത് തൊട്ട് ഹാരന് തോന്നും. ആദ്യമൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ടായിരുന്നു. അങ്ങനെ തോന്നലാണെന്ന് വിചാരിച്ച് വീണ്ടും ശ്രദ്ധിക്കാതെ നടക്കാൻ തുടങ്ങുന്നുണ്ടേ വീണ്ടും അവളുടെ പേര് വിളിക്കുന്നത് പോലെ തന്നെ അവൾക്ക് തോന്നും. തിരിഞ്ഞു നോക്കുമ്പോൾ ചാൻ തന്നെയാണ്. ലേറ്റ് ആകരുതെന്ന് പറഞ്ഞിട്ട് താമസിച്ച് വന്നത് ഞാനാണല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഹാരൻ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇയാൾക്കെന്താ എന്നെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലല്ലോ? ഞാനാണെങ്കിൽ ഇയാളെ കണ്ട സന്തോഷത്തില് ഓടി വന്ന് ഹഗ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞിട്ട് അവൻ നിർത്തും. അല്ല, നമുക്കൊരു ഹൈഫൈ ആയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹാരൻ ഓടി ചെന്ന് ചാനെ ഹഗ് ചെയ്യും. അവൻ ശരിക്കും ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഇവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് അവർ ക്യാൻസൽ ചെയ്താലും ഞാൻ തിരിച്ചു വരും. നമ്മൾ ബുക്ക് ചെയ്ത റെസ്റ്റോറൻറ്റിൽ പറഞ്ഞ സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാം. പാർക്കിൻ്റെ അടുത്തും പറയണം, എല്ലാവരുടെ അടുത്തും പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ മെസ്സേജ് അയച്ചിരുന്നത്. ഞാൻ കണ്ടോ, മെസ്സേജ് അയച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ കാണിച്ചു കൊടുക്കുമ്പോൾ അത് സെൻഡ് ആയിട്ടില്ല എന്ന് അന്നേരമാണ് അവൻ ശ്രദ്ധിക്കുന്നത്. അതൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ അവൾ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടാവും അവന് മനസ്സിലാവും. അതൊന്നും സാരമില്ല, ഇയാൾ തിരിച്ചു വന്നല്ലോ എന്ന് അവൾ പറയും. പ്രോജക്റ്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാനത് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, സ്മൂത്ത് ആയിട്ട് ഇനി മുന്നോട്ട് പോകുമെന്ന് അവൻ പറയും. 2 വർഷം മുഴുവൻ US ടീം ഈ ഒരു പ്രോജക്റ്റിന്റെ പുറകെയായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ മാനേജ്മെന്റിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമെന്ന് അവർക്ക് വാശിയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മാനേജ്മെന്റ് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത്.
അത് മാത്രമായിരുന്നില്ല റീസൺ. ഇയാള് ഡിസൈൻ ചെയ്ത ആ ഒരു ഡ്രസ്സ് എന്റെ ക്യാരക്ടർ ഇട്ട് കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചാൻ അവളോട് പറയും. അവൻ എന്നിട്ട് പാർക്കിനെ വിളിക്കും. പാർക്ക് അവന്റെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് ഹാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പാർക്ക് സന്തോഷം കൊണ്ട് കരയും. പ്രശ്നമൊന്നുമില്ല, ഞാനിനി ഒരിക്കലും നിന്നെ കാണത്തില്ലെന്ന് തന്നെ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ കരയുന്നത്. എല്ലാവരും ഇയാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പാർക്കും ജീനിയസും ഡോങ്ങും ഞങ്ങളുടെ ടീമിലെ ആളുകളും എല്ലാം. എന്തായാലും ഇയാൾ തിരിച്ചു വന്നല്ലോ, ഇനിയിപ്പോ എല്ലാം നല്ലതായിട്ട് നടക്കത്തുള്ളൂ, എല്ലാം ഇനി നല്ലതായിട്ട് മാത്രമേ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഉറങ്ങിപ്പോകും. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നെക്കാട്ടിൽ കൂടുതൽ നിന്നെ മിസ് ചെയ്തത് ഹാരൻ ആണെന്ന് തോന്നുന്നു. നീയല്ലേ അവൾക്ക് ആ ക്യാമറ കൊടുത്തത്? എല്ലാ ദിവസവും എത്ര എക്സൈറ്റഡ് ആയിട്ടാണ് അവൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നീ പോയതിനു ശേഷം ആ കുട്ടി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണെന്ന് പാർക്ക് ചാൻ്റെ അടുത്ത് പറയും. മീറ്റിങ്ങിന്റെ സമയത്ത് എതിർപ്പൊക്കെ പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും ഓർഡർ ടേസൂക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഫാക്ടറി ചെല്ലുമ്പോൾ ഭയങ്കര മനസ്സിലാവും. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അവൾ ടേസൂക്കിന്റെ അടുത്ത് പറയും. ഇയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനായിട്ട് പഠിക്കണം. അതുപോലെ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലാന്ന് ആർക്കെങ്കിലും തുറന്നു പറയണം, അല്ലാതെ പ്രിറ്റൻഡ് ചെയ്യരുതെന്ന് ടേസൂക്ക് അവളുടെ അടുത്ത് പറയും. ഉണരുന്ന തന്നെ വീടാണെന്ന് വിചാരിച്ചാണ് റെസ്റ്റോറന്റിൽ കിടന്നുറങ്ങിയതെന്നും പറഞ്ഞ് ചാൻ ഹാരനെ കളിയാക്കും. അവള് ചോദിക്കുന്നുണ്ടെയാണ് അവൻ ലഗേജ് ഒന്നും എടുക്കാതെ ധൃതിക്ക് എയർപോർട്ടിൽ നിന്ന് പോരുമായിരുന്നെന്ന് ഓർക്കുന്നത്. അങ്ങനെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് തിരിച്ചു പൊക്കോളൂ, എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടെന്ന് ചാൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ പാർക്കിന്റെ കഫേയിൽ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഹാരൻ പിരിയുന്നത്. എന്തായാലും ഇയാളുടെ ബാഗ് തിരിച്ചു കിട്ടി കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ വന്നിട്ട് ലഗേജ് തിരിച്ചു കിട്ടുമ്പോൾ തന്നെ അവൻ മെസ്സേജ് അയക്കും. അന്നേരം അവന് അവളുടെ കോള് വരും. ആദ്യത്തെ സ്നോഫോള് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഹാരൻ അതിനിടയ്ക്ക് കൂടി അവനെ അന്വേഷിച്ച് വരുന്നതാണ് ചാൻ കാണുന്നത്. എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞതല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ടേ. എനിക്ക് റിഗ്രറ്റ്സ് ഒന്നും പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഇയാളെ പെട്ടെന്ന് പറയാതെ പോയപ്പോൾ എത്ര മോശമായിട്ടാണ് ആദ്യമൊക്കെ ഞാൻ ഇയാളോട് പെരുമാറിയിരുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് തിരുത്താനായിട്ട് തീരുമാനിച്ചു. എനിക്ക് ആദ്യത്തെ സ്നോഫോൾ ഇഷ്ടമല്ല, പക്ഷെ ഇപ്പോൾ അത് ഞാൻ പതുക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. റിഗ്രറ്റ്സ് ഇല്ലാതെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി മുതൽ ഞാൻ ഇയാളെ നന്നായി ട്രീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ എവിടെയാണെന്ന് അറിയാവോ എന്ന് പറഞ്ഞിട്ട് ഹാരൻ നോക്കുന്നുടനെ ചാൻ അവിടെ നിൽക്കുന്നത് കാണും. ഞാൻ ഇയാളെ കണ്ടല്ലോ എന്ന് അവൾ സന്തോഷത്തോടു കൂടി പറയും. ഞാൻ ഇയാളെ ഇത്രയധികം സ്നേഹിക്കാനായിട്ട് പാടില്ല, ഞാൻ ഒരിക്കലും ഇയാളെ ആഗ്രഹിക്കാൻ പാടില്ല എന്നെല്ലാം എനിക്കറിയാം, പക്ഷെ അതിന് ഇനി എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ചാൻ ഓടിച്ചെന്ന് ഹാരനെ ഹഗ് ചെയ്യും.